അപ്പൊ മക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കൊറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നു കുക്കിംഗ് വീഡിയോ ഒന്നും എന്താ കാണാത്ത എന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആരോ ഒന്നോ രണ്ടോ ആൾ ചോദിച്ചിരുന്നു, അത് സത്യമാണ്. അപ്പോ കുറച്ച് ദിവസത്തിന് ശേഷം ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോ ഇന്നെന്താ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ? വലിയൊന്നുമില്ല, ഓരോരോ പ്രാന്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ഉണ്ടാക്കണല്ലോ നമ്മള്. ഇതിന്റെ പേരും നമുക്ക് ലാസ്റ്റ് പറയാം. ചിക്കൻ എടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക, അപ്പം ഒരു സാധനമായിട്ട് വരും. എന്തെങ്കിലുമൊക്കെ പുതിയ സാധനമൊക്കെ ഉണ്ടാക്കണ്ട. ഇപ്പല്ലേ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പ്രോട്ടീനാണ് നമ്മളെ മെയിൻ സോഴ്സ്. അത് വേറെ കാര്യം. അപ്പോ അതെങ്ങനെയൊക്കെ എന്താ പറയാ, ഒന്നുമില്ല, ഇംഗ്ലീഷ് പറഞ്ഞ് കൊളാക്കണ്ട. അപ്പൊ അതെങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ നോക്കൂ ഞാന് മെയിനായിട്ട്. പൊതുവേ ഈ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇറ്റാലിയൻ ഫുഡും തുർക്കിഷ് ആ ഫുഡുകളൊക്കെ ആണല്ലോ. അതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും. അതൊന്നും നമുക്ക് കൂട്ടിയാ കൂടാത്തതാണ്. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോ ഒരു കൂട്ടിയാ കൂടുന്ന ഒരു സാധനമായിട്ട് തോന്നിയ ഒരു സാധനം ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസസിങ്സ്. അപ്പൊ നമ്മളെ റൂമിലുള്ളൊരു കുറച്ച് വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. മൂപ്പർ ഇത് മൊത്തം ഇങ്ങനെ നോക്കി കണ്ടിട്ട് നമ്മളെ കരീംക്കാന്നറിയും, ഇവനെന്ത് പൊട്ടത്തരൊക്കെ ചെയ്യുന്നു, ഇവനെന്ത് പ്രാന്തായോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും മൂപ്പർ. പക്ഷെ മൂപ്പർ പറയൂല, അത് വേറെ കാര്യം. എന്തായാലും അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനമാണിത്. എന്തായാലും സംഭവം കുഴപ്പമില്ല, സെറ്റാണ്. നമ്മൾ വിചാരിച്ച പോലെ കായി. ഞാൻ ആ കണ്ട അതേ ടെക്സ്ചർ തന്നെ കണ്ടിട്ടുണ്ട്. ഇതാ അപ്പൊ ഇതിന് നമുക്കൊരു ക്രീമി ഗാർലിക് ചിക്കൻ എന്നൊക്കെ പറയാം. അതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. നമ്മൾ വിളിക്കാത്ത അതിഥികൾ വരെ വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിലും നമുക്ക് സന്തോഷം. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ആരും വന്ന് കഴിക്കാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം അത്, അല്ലേ? ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. എന്റെ ഉമ്മയൊക്കെ പണ്ട് എന്നോട് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വികാരം ഇല്ലാണ്ട് ഇങ്ങനെ തിന്നു നോക്കലുണ്ടായിരുന്നു. അപ്പൊ ആണ് അതിന്റെയൊക്കെ ഒരു പൊരുള് മനസ്സിലാവുന്നത്. എന്തായാലും സന്തോഷം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പറ്റെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.